ലൂസിഫർ എവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? L2E എമ്പുരാൻ ബൂമറാനായിപ്പോയി. ബൂമറാൻ എന്തുവാ വൈ കാണിച്ചു വെച്ചേക്കുന്നത്? പുള്ളി റിയാക്ടിങ് ആൻഡ് ആക്ടിങ് ടു ദ ഡയറക്ടർ ആൻഡ് ദ ക്രൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പുള്ളി ഏതോ ഒരു മാർസിൽ നിന്നൊക്കെ വന്ന ഒരു എലോൺ മസ്ക്, നീ മറ്റേതൊക്കെ മറ്റേ പിച്ചക്കാർ, ആ ഒരു സെറ്റപ്പാ. എന്തൊക്കെ ഉണ്ട്, എന്തായിനി, എന്താക്കിനി, എന്തൊരു പറയാനല്ലേ. എൻ്റെ ദൈവമേ, ലൂസിഫറിൻ്റെ 2ാം ഭാഗം 500 കോടി കിട്ടും, 5000 കോടി, 1000 കോടി, 2000 കോടി. ഇത് ഞാൻ ഫുള്ളായിട്ട് കളിയാക്കാമെന്നൊന്ന് വിചാരിക്കരുത്, അങ്ങനെയൊന്നും അല്ല. എനിക്ക് L2E എമ്പുരാൻ ബൂമറാനായിപ്പോയി. ബൂമറാൻ എന്തുവാ വൈ കാണിച്ചു വെച്ചേക്കുന്നത്? മുരളി ഗോപിയുടെ ഇൻവോൾവ്മെൻറ്റ് ലൂസിഫറിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ലൂസിഫർ വളിപ്പാവാണ്ടിരുന്നത്. ഇപ്പോൾ മുരളി ഗോപിയും ഈ ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ മുരളി ഗോപിക്കും ഈ മറ്റേ ഹൈപ്പ് മറ്റേത് അതിൻ്റെയൊക്കെ ജ്വരം പിടിച്ചാണ്. അത് ആ ജ്വരം പണ്ടേ ഉള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. ഇത്രയും ബിൽഡപ്പ്, ഈ ബിൽഡപ്പ് ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞു. ഞാൻ എൻ്റെ ആദ്യത്തെ 2-3 വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നെ കുറേ എണ്ണം വന്ന് തെറി വിളിച്ചിട്ട് പോയി. ഒക്കെ നമ്മുടെയൊക്കെ തന്നെ ഫാൻസാണ്, ലാലേട്ടൻ ഫാൻസാണ്. ഞാനും ഒരു ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഫാനായതുകൊണ്ട് പുള്ളി എന്ത് ചപ്പുചവറ് കാണിച്ചാലും അംഗീകരിച്ചോണമെന്നില്ലല്ലോ. എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? പൈസ കൊണ്ട് വെറുതെ കളഞ്ഞിട്ടുണ്ട്. ഭയങ്കര മേക്കിംഗ്, അന്യായ മേക്കിംഗ്. ട്രെയിലർ കട്ട്സ് മറ്റേ ഇംഗ്ലീഷ് സിനിമയിൽ ഈ ഓരോ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ പൊളിഞ്ഞ് വേസ്റ്റായി പോയ പടമായിരിക്കും. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഇത്, ഒരു ഇത് വേണ്ട, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. അയ്യോ, ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു ജോഷ് ഉണ്ടായിരുന്നു. നമ്മൾ നോർത്തിലൊക്കെ പറയുള്ളത് ജോഷ് ഹേ. അത് കഴിഞ്ഞപ്പോൾ എല്ലാം ചോർന്നു പോയി. എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അല്ല അതാ കിടക്കുന്നു, പപ്പടവും പരിപ്പും. അയ്യോ, ഇതിനായിരുന്നു ഇത് സത്യത്തിൽ ഇത് പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ 50 കോടി കിട്ടത്തില്ലായിരുന്നു. 50 കോടി. ജെറോം ഫ്ലിന്നിനെ വിളിക്കുന്നു, ആൻ്റണി പെരുമ്പാവൂരിനെ വിളിക്കുന്നു. സർപ്രൈസ് എലിമെൻ്റ് ആൻ്റണി ചേട്ടൻ. എന്താണ് ഭയ ഇത്? ഞാൻ പിന്നെ അതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് എനിക്ക് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് സംഭവിക്കുകയും ചെയ്തു. ഇത് എന്ത് വളിപ്പായി കാണിച്ചു വെച്ചേക്കുന്നത്? ഇതെന്താടെ ഇത്? സത്യത്തിൽ ഈ പടത്തിൽ കാസ്റ്റിങ് മറ്റേ IMDbയിലൊക്കെ കുറേ ആൾക്കാരെയൊക്കെ കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാസ്റ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടേണ്ട ഒരു കാറ്റഗറി കൂടെ ഉണ്ട്, ലാലേട്ടൻ ഫാൻസ്. ലാലേട്ടൻ്റെ മറ്റേ ഭ്രാന്ത് പിടിച്ച ഫാൻസ് ഉണ്ടല്ലോ, ആ ഫാൻസ് ഇല്ലെങ്കിൽ ഈ പടം ഇല്ല കേട്ടോ. ഈ പടം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ലാലേട്ടൻ ഫാൻസ് പിന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അന്നേരം പിന്നെ നമുക്ക് തോന്നിക്കോളും. പക്ഷേ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഈ സീക്വൽ എപ്പോൾ എടുത്താലും സീക്വൽ ഒരുമിച്ചെടുക്കുക. കാരണം ആ ഒരു ഫീലുണ്ടല്ലോ, ആ മറ്റേ ജോഷ് ഉണ്ടല്ലോ, ആ ജോഷ് ചോർന്നു പോകാൻ പാടില്ല. മുരളി ഗോപിക്കും ചോർന്നു പോയി, പൃഥ്വിരാജേട്ടനും ചോർന്നു പോയി. പക്ഷേ പൃഥ്വിരാജേട്ടൻ വേറെ ഒരു സ്ഥലത്ത് ജോഷ് പിടിച്ചിട്ടുണ്ട്. അതായത് പ്രൊമോഷനും ഗിമിക്കും കാര്യങ്ങളും മറ്റേ വോൾട്ട് ഓപ്പണിങ്ങിന് എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പാൻ ഇന്ത്യൻ. ഇപ്പോൾ ഒരു കുപ്പി പാലിന് 50 കോടി രൂപ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഈ ഒരു കുപ്പി പാൽ കാണിച്ചിട്ട് വേണേൽ 50 കോടി രൂപ പിരിച്ചെടുക്കാം. അതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു കുപ്പി പാൽ ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ 50 രൂപ കിട്ടും. ഈ ഒരു കുപ്പി പാൽ ഇങ്ങനെ ഇന്ത്യ മൊത്തം കാണിച്ചിട്ട് ഓരോ രൂപ വെച്ച് പിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10 പൈസ വെച്ച് പിരിക്കുകയാണെങ്കിൽ, 10 പൈസ പിരിച്ചു കഴിഞ്ഞാൽ എന്തായി തീരുമല്ലേ? 500 കോടി കിട്ടും, 5000 കോടി, 1000 കോടി, 2000 കോടി. ഇത് ഞാൻ ഫുള്ളായിട്ട് കളിയാക്കാമെന്നൊന്ന് വിചാരിക്കരുത്, അങ്ങനെയൊന്നും അല്ല. ഞാൻ കളിയാക്കാമെന്നൊന്നും വിചാരിക്കരുത്. എനിക്ക് ഒരു സൈഡിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരു സൈഡിൽ കുറച്ചൊക്കെ സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ലാലേട്ടൻ ചോദിച്ച പോലെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. സന്തോഷം എന്തിനാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഒരു കാര്യം അതുപോലെ സംഭവിച്ചു. എൻ്റെ പഴയ വീഡിയോകൾ കണ്ടാൽ അറിയാം. ഞാൻ മറ്റേ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ഒന്നല്ല കേട്ടോ. നമുക്ക് സ്ട്രാറ്റജി ഒന്നുമില്ല, അതുകൊണ്ടാണ് ചാനൽ ഇങ്ങനെ നടക്കുന്നത്. നമ്മളിങ്ങനെ കിടക്കുന്നത് അതുകൊണ്ടാണ്. യോസിക്ക തെരിയാമതാ സാർ ആട്ടോ വാട്ടർ, തമിഴ് സിനിമയിലൊരു ഡയലോഗുണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആലോചിക്കാൻ അറിയാത്തതുകൊണ്ടാണ് സാറേ ഓട്ടോ ഓടിച്ച് നടക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് നമ്മുടെ ചാനലൊക്കെ ഇങ്ങനെ നടക്കുന്നത്, നമ്മളിങ്ങനെ നടക്കുന്നത്. ഈ ലൂസിഫറിൻ്റെ 2ാം ഭാഗം
ഭയങ്കരമാണ്, ആനയാണ് അണ്ടിയാണെന്നൊക്കെ പറഞ്ഞ്. മറ്റേ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പോയിട്ട് കളിയാക്കുന്നുണ്ട്, ഇതെന്താ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതാണോ എന്നൊക്കെ പറഞ്ഞു. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ എണിപ്പിച്ച് ചോദിച്ചാലും ഹേ മോഹൻലാല അവനെ കൊല്ലണം, അവനെ കൊല്ലണം, അവനെ കൊല്ലണം, അവനെ തട്ടണം, അവനെ തട്ടണം എന്ന് പറയുന്ന ഒരു ട്രോമ ഉള്ള ഒരാളാണ്. കാരണം ചിലപ്പോൾ പണ്ട് അടിയിട്ടിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് പോട്ടെ. എനിക്ക് പക്ഷേ ഈ എമ്പുരാൻ വിജയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് സംഭവിച്ചു, എമ്പുരാൻ വിജയിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇട്ട കാശൊക്കെ തിരിച്ച് കിട്ടി. എന്താണെന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ മൂവിയാക്കി. ഞാൻ പറഞ്ഞ പോലെ ഒരു കുപ്പി പാലിന് കാണിച്ചിട്ട് മറ്റേ 10 പൈസ പിരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തത്തിൽ നിന്ന് പിരിഞ്ഞ് കിട്ടുന്ന കാശ് 500 ഗോശാലകൾ തുടങ്ങാനുള്ള കാശ് കിട്ടും. അതുപോലെയാണ് അവിടെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം എമ്പുരാൻ L2E എന്ന് പറയുന്ന ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ സാറേ ഈ കാണിച്ചത്, മനസ്സിലായ സാറേ? അയ്യോ, കാട്ടവരാതം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഈ ഹൈപ്പാണ് പ്രശ്നം. ഈ ഹൈപ്പ് ആരാ ഉണ്ടാക്കിയത്? L2E എന്ന് പറഞ്ഞാൽ അങ്ങ് ഇറക്കി വിട്ടാൽ മതിയാണല്ലോ. ലൂസിഫർ എങ്ങനെ ഇറക്കിയത്? പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് പാളിച്ചകളുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഈ പടം ഒരു പവറില്ല. എന്തുവാണിത്? ചുമ്മാ കാണിക്കണമെന്ന്. അതായത് ആ ഫസ്റ്റ് ഒരു 20-30 മിനിറ്റ് സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ മറ്റേ ട്രെയിലർ കട്ട്സ് പോലെ ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോവാണ് സംഭവം. എവിടേക്കോ പോകുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. പിന്നെ അതാ വരുന്നു ഖുറേഷി അബ്രാമിന് മുട്ടാൻ പറ്റിയ ആൾക്കാരൊക്കെ വേണ്ടേ? എന്തൊക്കെയാണ് ഈ ചെറിയ പിള്ളേരൊക്കെ കാണിക്കുന്ന പോലത്തെ ഓരോ പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിട്ട് എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. കാരണം പൃഥ്വിരാജിൻ്റെ ആ ഒരു ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഭയങ്കരമായിട്ട് ഒരു സിനിമ എടുക്കണമെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെയല്ല സിനിമേനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയല്ല. ഞാൻ പൃഥ്വിരാജിനെക്കാട്ടിലും വലിയ ആളൊന്നുമല്ല. ഞാൻ പുള്ളിയെ അഡ്വൈസ് ചെയ്യാൻ, എന്നാലും നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് പറയാണ്. മുരളി ഗോപിയുടെ ഇൻവോൾവ്മെൻറ്റ് പാർട്ട് 1 ഒരുപാടുണ്ട്. എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം കേട്ടോ, എൻ്റെ ഒരു സംശയം ഞാൻ പറയാം. മുരളി ഗോപിയുടെ ഇൻവോൾവ്മെൻറ്റ് ലൂസിഫറിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ലൂസിഫർ വളിപ്പാവാണ്ടിരുന്നത്. ഇപ്പോൾ മുരളി ഗോപിയും ഈ ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ മുരളി ഗോപിക്കും ഈ മറ്റേ ഹൈപ്പ് മറ്റേത് അതിൻ്റെയൊക്കെ ജ്വരം പിടിച്ചാണ്. അത് ആ ജ്വരം പണ്ടേ ഉള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയുടെ ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഭയങ്കര മറ്റേ സ്ലോ മോഷനും മറ്റേ ഹൈപ്പ്, അതായത് ഇയാളെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇയാളായിരിക്കണം, ഇയാളാണ് സംഭവം, ഇയാളാണ് എല്ലാം, ഇയാളാണ് എന്ന് പറഞ്ഞാൽ ആ സെൽഫ് അക്ലമേഷൻ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം പുള്ളിക്ക് വളരെ കൂടുതലാണ്. അതാണ് പണ്ട് ഉള്ള പുള്ളിയുടെ പാളിപ്പോയ സിനിമകളിലൊക്കെ സംഭവിച്ചത്. അതാണ്. ഞാൻ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ്ങിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുള്ളി റിയാക്ടിങ് ആൻഡ് ആക്ടിങ് ടു ദ ഡയറക്ടർ ആൻഡ് ദ ക്രൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പുള്ളി ഏതോ ഒരു മാർസിൽ നിന്നൊക്കെ വന്ന ഒരു എലോൺ മസ്ക്, മറ്റേതൊക്കെ മറ്റേ പിച്ചക്കാരി, ആ ഒരു സെറ്റപ്പാണ്. ആ ഒരു സെറ്റപ്പിൽ പുള്ളി അങ്ങനെ പോയി. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്യുമ്പോൾ മുരളി ഗോപി എന്ന് പറയുന്ന ആ റൈറ്റർ കൂടെ ഉള്ളതുകൊണ്ട് അയാളുടെ കൺട്രോളിങ് കാരണം ഈ പൃഥ്വിരാജിന് ബ്രേക്ക് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടായപ്പോൾ ബ്രേക്ക് ഒരു അല്പം കുറഞ്ഞു പോയി. അതാണ് എൻ്റെ ഒരു ഡൗട്ട്. അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ L2E. നിങ്ങൾ ചുമ്മാ പോയി ഒരു മറ്റേ ഫണ്ണി പടമായിട്ട് ഇങ്ങനെ ചുമ്മാ പോയി ഇരുന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ് വായും പൊളിച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ 200 രൂപയല്ലേ കൊടുത്തുള്ളൂ, എന്തിനാ മൈര ഇത്രയും വർത്തമാനം പറയുന്നത് എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഇവരെയൊക്കെ ചിന്തിക്കുന്നത്. ഇങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഈ മറ്റേ ലാർജർ ദാൻ ലൈഫ്, ഐ ഡ്രീം ബിഗ്, ഐ എം ലൈക്ക് ദിസ്, ഐ എം ലൈക്ക് ദറ്റ്, ആനയാണ് മറ്റേതാണ് മറ്റേ ഭയങ്കര സിനിമയാണെന്നൊക്കെ പറഞ്ഞ് ഈ അടിച്ചു വിട്ട സംഭവങ്ങളൊന്നും ജെറോം ഫ്ലിൻ എന്തിനായിരുന്നു? ആൻ്റണി പെരുമ്പാവൂർ എന്തിനാ പ്രൊഡ്യൂസറിന് ചാൻസ് കൊടുക്കുന്നത്? പ്രൊഡ്യൂസറിൻ്റെ മോനൊക്കെ ഇടയ്ക്ക് ചാൻസ് കൊടുക്കാറ്. പക്ഷെ സത്യത്തിൽ പ്രൊഡ്യൂസർ ലാലേട്ടനല്ലേ ഭായി? എനിക്ക് ഈ പോളിറ്റിക്സ് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ആൻ്റണി പെരുമ്പാവൂർ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലേ ഭായി? പോട്ടെ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേറെ ഒരു കാര്യം ഞാൻ പറയാം. പണ്ടത്തെ സിനിമകളിൽ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ ബോഡി ഷേമിങ് വളരെ കുറവാണ്, എന്നാലും ഉണ്ട്. ക്യാമറയും കാര്യങ്ങളും വേറെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ബോഡി ഷേമൊക്കെ ചെയ്യും. നിൻ്റെ മോന്ത കണ്ടില്ലടാ മൈരേ, നീയൊക്കെയാണ് അഭിനയിക്കാൻ വന്നതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞോളെ. പക്ഷെ അങ്ങനെ പറയുന്നത് മോശമാണ്. പക്ഷേ ഒരു സിനിമയിൽ
ആ സിനിമയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരിനെ എന്തിനാണ് ആ ഒരു റോളിൽ കാസ്റ്റ് ചെയ്തത്? എന്താണ് ആവശ്യം? വാട്ട് ഈസ് ദ നീഡ് ഫോർ ഇറ്റ്? നീഡ് ഓഫ് ദ മൊമെൻറ്റ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ദ ഇൻവെൻഷൻ ഓഫ് ദ കൺവെൻഷൻ. എന്താണ് പോയി ഇത്? ഓഫ്, ലാലേട്ടൻ ഫാൻസാണ്. ലാലേട്ടൻ ഫാൻസ് ഇല്ലെങ്കിൽ ഈ പടമില്ല. അതാണ് L2E. എമ്പുരാൻ, ബൂമറാൻ, അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ലാലേട്ടൻ ഫാൻസ് ടു എമ്പുരാൻ, അല്ലെങ്കിൽ ലൂസിഫർ ടു എമ്പുരാൻ ഒന്നും അല്ല പോയി ഇത്. ലൂസിഫർ എവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? ഇതിൽ കാശൊക്കെ പിടിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ എഫക്റ്റൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞ് കഥ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഒരു പവർ വേണ്ടേ? ഖുറേഷി അബ്രാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഭയങ്കര സംഭവമായിരിക്കും. എൻ്റെ പൊന്നെ, ഇപ്പോൾ അടിക്കൂടാ, ഇപ്പോൾ മറ്റേ പോയിട്ട് സെനിഗൽ, ഇപ്പോൾ മറ്റേ ലാസ് വേഗസ്, ടെക്സസ്, അത് ഇത് റഷ്യ, മോസ്കോ, വ്ളാഡിമിർ പുടിൻ, എലോൺ മസ്കിനെയൊക്കെ കാണിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ദാ കിടക്കുന്നു പരിപ്പും പപ്പടവും എല്ലാം കൂടെ ദാ കിടക്കുന്നു താഴെ.